എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇക്കോ സബ്മിറ്റ് സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഇക്കോ സബ്മിറ്റ് 2026 സെമിനാർ കോൺക്ലേവ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിൻഡ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. This news brought to you by Kalpaga Weddings, North Paravoor. ലോക പരിസ്ഥിതി സംരക്ഷണ ദിനം എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിപുലമായി ആചരിച്ചു. ഇതോടനുബന്ധിച്ച് എടവനക്കാട് പഞ്ചായത്തിന്റെ സുസ്ഥിര പദ്ധതി വികസനത്തിനും നിലനിൽപ്പിനും സംരക്ഷണത്തിനുമായി എടവനക്കാട് ഇക്കോ സബ്മിറ്റ് 2026 സെമിനാർ കോൺക്ലേവ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിൻഡ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ ലോക പരിസ്ഥിതി ദിനം എന്താണ്, എങ്ങനെ നമ്മൾ നടപ്പാക്കണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി കുട്ടികളെ അടക്കം ഇവിടെ കണ്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി. ഇവിടെ ഈ പ്രോഗ്രാമിന് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ ചെയ്തതിനും ഈ പഞ്ചായത്ത് കമ്മിറ്റിയെയും പ്രസിഡന്റിനെയും ഇതിൻ്റെ കോർഡിനേറ്ററിനെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KS സാജിദ് അധ്യക്ഷത വഹിച്ചു. അനാവശ്യമായി മരങ്ങൾ മുറിക്കുന്നതിനെതിരായി ഒരു ബൈലോ കൊണ്ടുവരാൻ പാലക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. അത് ഈ ഇക്കോ സബ്മിറ്റിന് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS നിബിൻ, അനിത തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മനാഫ് മാനേഴത്ത്, ഹാരിത ബൈജു, എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP പ്രബിൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന സെമിനാറിൽ ദുരന്ത നിവാരണത്തെക്കുറിച്ച് ഡെപ്യൂട്ടി കളക്ടർ ജോസഫ് സ്റ്റീഫൻ റോബി, എടവനക്കാട് പഞ്ചായത്തിലെ പ്രകൃതി വിഭവ സംരക്ഷണത്തെക്കുറിച്ച് കുസാറ്റിലെ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഹാത്ത, കാലാവസ്ഥ അതിജീവനവും ബ്ലൂ കാർബൺ സാധ്യതകളും എന്ന വിഷയത്തിൽ CMFRIയിലെ സീനിയർ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷെൽട്ടൻ പാതുവ, നീർനായ മനുഷ്യ സംഘർഷ ലഘൂകരണത്തെക്കുറിച്ച് നിസർഗ സേതു ഡയറക്ടർ ഡോക്ടർ ഷിൽ അഭ്യങ്കർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസന രേഖ പഞ്ചായത്ത് സെക്രട്ടറി ചന്തു P അവതരിപ്പിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CS ജയദേവൻ സെമിനാർ നിയന്ത്രിച്ചു. എടവനക്കാട് HIHSS, SDPY, KPMHS എന്നീ വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ 300-ലധികം പേർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്.